നമസ്കാരം സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ശാരിക എന്ന അവതാരിക രേണു സുധിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ദിനം പ്രതി കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ രേണു സുധി എന്ത് തെറ്റാണ് ചെയ്തത്? തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ കുഞ്ഞുങ്ങളെ പുലർത്താൻ വേണ്ടി, കുടുംബം പുലർത്താൻ വേണ്ടി ഭർത്താവ് ചെയ്തിരുന്ന പോലെ അവർക്കിഷ്ടപ്പെട്ട അഭിനയം എന്നൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുത്തത് തെറ്റാണ്. മറ്റ് ജനപ്രീതിയാർജിച്ച പല സിനിമാ നടികളിൽ നിന്നും അല്പം സൗന്ദര്യം രേണു സുധിക്ക് കുറവായിരിക്കാം. അത് അവർ തന്നെ സമ്മതിച്ചുമാണ്. പക്ഷേ ആ കുറവ് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അഭിനയിക്കാൻ വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമ്പോൾ, അവൾ അഭിനയിച്ച് വരുന്ന കുടുംബം പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ ഈ ശാരികയ്ക്ക് എന്താണ് ഇത്ര കഴപ്പ്? ഈ ശാരിക ഇതിന് മുമ്പേയും മൈത്രേയനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്ത് മൈത്രേയനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തത് വില പോയില്ല എന്നതാണ് സത്യം. ഇവിടെ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ രേണു സുധിക്കെതിരെ വരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ശാരികയുടെ ഈ ഇൻ്റർവ്യൂ. രേണു സുധിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് വരാനുള്ള കാരണം, സുധി എന്ന് പറയുന്ന കലാകാരൻ മലയാളികൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരളം മൊത്തം അതീവ ദുഃഖത്തിലുമായിരുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഭാര്യ രേണു സുധി ഗ്ലാമർ വേഷത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മലയാളികൾക്കുള്ള ചെറിയ ഒരു വിഷമം മാത്രമായിരുന്നു അത്. പക്ഷേ ശാരികയുടെ ഈ തേച്ചൊട്ടിക്കുന്ന രീതിയിലുള്ള ഈ അഭിമുഖത്തിൽ രേണു സുധി തീർത്തും നിഷ്കളങ്കയാണെന്നും അവർ യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹിയായ ഒരു കലാകാരിയാണെന്നും കേരള ജനത തിരിച്ചറിഞ്ഞു. ശാരികയെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങളെതിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ പുറകിലുള്ള ചാനലുകാരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ അനുവാദത്തോടു കൂടി, അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പാടുള്ളൂ. കാരണം നിങ്ങളും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഹോട്ട് സീറ്റിലുള്ള ആളും മാത്രമല്ല ഇത് കാണുന്നത്, ഇത് ലോകം മുഴുവൻ കാണുന്നതാണ്. നിങ്ങളുടെ ഓരോ വാക്കുകളും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു വട്ടമല്ല പലവട്ടം നിങ്ങൾ ചിന്തിക്കൂ, ഈ പണി നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ രേണു സുധിയോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വേറെ വല്ല പണിക്കും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നമസ്കാരം സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ശാരിക എന്ന അവതാരിക രേണു സുധിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ദിനം പ്രതി കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ രേണു സുധി എന്ത് തെറ്റാണ് ചെയ്തത്? തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ കുഞ്ഞുങ്ങളെ പുലർത്താൻ വേണ്ടി, കുടുംബം പുലർത്താൻ വേണ്ടി ഭർത്താവ് ചെയ്തിരുന്ന പോലെ അവർക്കിഷ്ടപ്പെട്ട അഭിനയം എന്നൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുത്തത് തെറ്റാണ്. മറ്റ് ജനപ്രീതിയാർജിച്ച പല സിനിമാ നടികളിൽ നിന്നും അല്പം സൗന്ദര്യം രേണു സുധിക്ക് കുറവായിരിക്കാം. അത് അവർ തന്നെ സമ്മതിച്ചുമാണ്. പക്ഷേ ആ കുറവ് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അഭിനയിക്കാൻ വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമ്പോൾ, അവൾ അഭിനയിച്ച് വരുന്ന കുടുംബം പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ ഈ ശാരികയ്ക്ക് എന്താണ് ഇത്ര കഴപ്പ്? ഈ ശാരിക ഇതിന് മുമ്പേയും മൈത്രേയനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്ത് മൈത്രേയനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തത് വില പോയില്ല എന്നതാണ് സത്യം. ഇവിടെ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ രേണു സുധിക്കെതിരെ വരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ശാരികയുടെ ഈ ഇൻ്റർവ്യൂ. രേണു സുധിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് വരാനുള്ള കാരണം, സുധി എന്ന് പറയുന്ന കലാകാരൻ മലയാളികൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരളം മൊത്തം അതീവ ദുഃഖത്തിലുമായിരുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഭാര്യ രേണു സുധി ഗ്ലാമർ വേഷത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മലയാളികൾക്കുള്ള ചെറിയ ഒരു വിഷമം മാത്രമായിരുന്നു അത്. പക്ഷേ ശാരികയുടെ ഈ തേച്ചൊട്ടിക്കുന്ന രീതിയിലുള്ള ഈ അഭിമുഖത്തിൽ രേണു സുധി തീർത്തും നിഷ്കളങ്കയാണെന്നും അവർ യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹിയായ ഒരു കലാകാരിയാണെന്നും കേരള ജനത തിരിച്ചറിഞ്ഞു. ശാരികയെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങളെതിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ പുറകിലുള്ള ചാനലുകാരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ അനുവാദത്തോടു കൂടി, അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പാടുള്ളൂ. കാരണം നിങ്ങളും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഹോട്ട് സീറ്റിലുള്ള ആളും മാത്രമല്ല ഇത് കാണുന്നത്, ഇത് ലോകം മുഴുവൻ കാണുന്നതാണ്. നിങ്ങളുടെ ഓരോ വാക്കുകളും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു വട്ടമല്ല പലവട്ടം നിങ്ങൾ ചിന്തിക്കൂ, ഈ പണി നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ രേണു സുധിയോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വേറെ വല്ല പണിക്കും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.